63ാമത് ജില്ലാ കലോത്സവം കൊട്ടാരക്കരയിൽ കൊല്ലം ജില്ലാ കലോത്സവം കൊട്ടാരക്കരയിൽ നടക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിലായിട്ട് ഒരു വലിയ തിരക്ക് ഉള്ള സ്ഥലം കാണാൻ സാധിക്കും. ആ തിരക്ക് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ വലിയ തിരക്കാണ്. ഇവിടെ ലഘുഭക്ഷണങ്ങളും വെള്ളവും കുടിവെള്ളവും ലഘുഭക്ഷണവും കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ നൽകുന്ന നാരങ്ങ വെള്ളം നൽകുന്നുണ്ട്, ചായ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ലഘുഭക്ഷണം ഉണ്ണിയപ്പം ഗണപതി കൊട്ടാരക്കരയിലായതുകൊണ്ട് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പമാണ് വിതരണം ചെയ്തത്. ആരാണ് ഇത് വിതരണം ചെയ്തതെന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കണം. സാറേ നമസ്കാരം. ഇത് എന്തിന്റെ ഭാഗമായി നൽകുന്ന? നമ്മുടെ കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസർ അസോസിയേഷൻ, കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനമൈത്രി കൊട്ടാരക്കര പോലീസിൻ്റെയും കൂടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ ലഘുഭക്ഷണശാല ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ഇളമ്പുള്ളൂർ സ്കൂളിൽ വെച്ച് ജില്ലാ കലോത്സവം നടന്നപ്പോഴും നമ്മൾ ഇതുപോലെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവം കൊല്ലത്ത് വെച്ച് നടത്തിയപ്പോഴും നമ്മൾ വളരെ വിജയകരമായിട്ട് ഇങ്ങനെ ഒരു കൗണ്ടർ നടത്തിയതാണ്. നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് ലഹരിയെ തുരത്താം, കലയെ സ്നേഹിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ പോലീസും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു അകലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പോലീസിന് രക്ഷകരായിട്ട് എല്ലായ്പ്പോഴും ഉണ്ടെന്നുള്ളത് നമ്മളെ സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൗണ്ടർ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ സമയവും രാവിലെ നമ്മൾ ലഘുഭക്ഷണം, നാരങ്ങ വെള്ളം, ഒരു കൊട്ടാരക്കര ആയതുകൊണ്ട് കൊട്ടാരക്കര ഉണ്ണിയപ്പം ഞങ്ങൾ ഇളമ്പുള്ളൂർ കൊടുത്തപ്പം എഴുത്താണി കേക്കായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മൾ എല്ലാ സമയവും കുടിവെള്ളവും മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം നമ്മുടെ ഈ കൗണ്ടറിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജനങ്ങളോടൊപ്പം തന്നെ, അതായത് കലയോടൊപ്പം തന്നെ പോലീസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് ഞങ്ങളിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. രാവിലെ കലോത്സവം ആരംഭിക്കുമ്പോൾ മുതൽ രാത്രി സമാപിക്കുന്ന വരെ ഇവിടെ ഉണ്ട്. നമ്മുടെ കൗണ്ടറിൽ വൈകുന്നേരം വരെ നമ്മുടെ ലഘുഭക്ഷണമുണ്ട്. അതോടൊപ്പം തന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വേദി അവസാനിക്കുന്നവരെ നമ്മുടെ ഇവിടെ കുടിവെള്ളവും മറ്റ് സൗകര്യങ്ങൾ നമ്മുടെ ഹെഡ് പോസ്റ്റിനോടൊപ്പം തന്നെ നമ്മുടെ കൗണ്ടർ പ്രവർത്തിക്കുന്നതാണ്. ചായയും സ്നാക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ചായ ഉച്ചയ്ക്ക് ശേഷം ചായയാണ്. ഉച്ചയ്ക്ക് ശേഷം ചായയും ബജിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ അതോടെ ലഘു കടികളും അതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിന് ഇത് ചെയ്തു. പിന്നെ തീർച്ചയായും സംസ്ഥാന കലോത്സവത്തിന് വളരെ വിജയകരമായിട്ട് അവിടെ ഐസ്ക്രീം ഉൾപ്പെടെയാണ് കൊടുത്തത്. ഐസ്ക്രീം, അതായത് സൗജന്യമായിട്ട് ഐസ്ക്രീം ഉൾപ്പെടെ കൊടുത്തിട്ടാണ്, അവസാന ദിവസം ഐസ്ക്രീം ഉൾപ്പെടെ കൊടുത്തിട്ടാണ് വലിയ കൗണ്ടറായിട്ട് നമ്മുടെ ആശ്രമത്തെ മെയിൻ വേദിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പോലീസ് അസോസിയേഷൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം എന്താ പറയുന്ന ഒത്തൊരുമയിൽ ഒരു രൂപം കൊണ്ട ഒരു കൗണ്ടറാണിത്. ഇവിടെ ലഘുഭക്ഷണം സൗജന്യമായി, അതായത് ഈ കലാപരിപാടി കാണാനെത്തുന്ന ആളുകൾക്ക് സൗജന്യമായി ലഘുഭക്ഷണവും ജലവും കുടിവെള്ളവും എല്ലാം നൽകുകയാണ് ഇവരുടെ ലക്ഷ്യം. അവർ ആദ്യ ദിനം മുതൽ തന്നെയുണ്ട്. രാവിലെ നാരങ്ങ വെള്ളവും ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പവും നൽകുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പഴം അങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈകിട്ട് ചായയും ബജ്ജിയുമാണ് നൽകുന്നത്. അപ്പം പോലീസും ജനങ്ങളും പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ഒരു അവയർനെസ് കൂടിയാണ് ഇവിടെ നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരള പോലീസ് വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൾ കൂടിയാണിത്.